അമ്പലപ്പുഴയിൽ ജി സുധാകരൻ പൊതുസ്വതന്ത്രനായി മത്സരിച്ചാൽ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് KPCC വൈസ് പ്രസിഡന്റ് A. ഷുക്കൂർ. അമ്പലപ്പുഴ തനിക്ക് മത്സരിക്കാൻ താല്പര്യമുള്ള മണ്ഡലമാണ്. എന്നാൽ ജി സുധാകരൻ ഇവിടെ പൊതുസ്വതന്ത്രനായി മത്സരിച്ചാൽ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ മുൻനിരയിൽ താൻ ഉണ്ടാകുമെന്നും A. ഷുക്കൂർ. അദ്ദേഹത്തിൻ്റെ നിലപാട് ഇന്ന് 11 മണിക്ക് അറിയാൻ കഴിയും. അങ്ങനെ ഒരു നിലപാടെങ്കിൽ പൂർണ്ണ പിന്തുണയാണ്, ഒരു സംശയം വേണ്ട. പൂർണ്ണമായി സ്വാഗതം ചെയ്യും. താഴെത്തട്ടിൽ പല പാർട്ടി ഘടകങ്ങളിലേക്ക് അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരെല്ലാം ഒരുമിപ്പിച്ച് നിർത്തും. ഞാൻ എൻ്റെ ഒരു സിറ്റിംഗ് മണ്ഡലം എന്ന് പറയാൻ കഴിയുന്ന ഒരു മണ്ഡലമായി. ആ അമ്പലപ്പുഴ ഡീലിമിറ്റേഷനെ തുടർന്ന് 2014 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചൊരു സീറ്റാണ്. ഇന്ന് ജി സുധാകരൻ നിലപാട് പ്രഖ്യാപിക്കാനിരിക്കെ മുൻ ഇടത് സഹയാത്രികൻ BN ഹസ്കർ ആലപ്പുഴയിലെ ജി സുധാകരൻ്റെ വീട്ടിലെത്തി. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, ഈ ഹസ്കർ ഇപ്പോൾ ഈ അടുത്തിടെ RSPയിൽ ചേർന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് എന്താണ് വിവരം? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് A. ഷുക്കൂറിന്റെ പ്രതികരണം, മറ്റൊന്ന് BN ഹസ്കറിന്റെ സന്ദർശനം. അദ്ദേഹം കഴിഞ്ഞ നാളുകളിലൊക്കെ CPM സഹയാത്രികനായി ചാനൽ ചർച്ചകളിലൊക്കെ വന്നതാണ്. പിന്നീട് CPM-മായി ഇടഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ RSPയുടെ ഭാഗമാണ്, മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ആളാണ്. അദ്ദേഹം ഇപ്പോൾ ജി സുധാകരനെ കാണാൻ വന്നിട്ടുണ്ട്. സൗഹൃദ സന്ദർശനം എന്നുള്ളതാണ് അദ്ദേഹം മറുപടിയായി നൽകിയിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ വിശദമായ പ്രതികരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമ്പലപ്പുഴയിലെ ജി സുധാകരന്റെ വീട്ടിലെത്തിയാണ് ഹസ്കറെ കാണുന്നത്. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ UDFന്റെ നിർദ്ദേശപ്രകാരമാണോ അദ്ദേഹം എത്തിയത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ വിശദമായ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. മറ്റൊന്ന് ഈ A. ഷുക്കൂറിന്റെ പ്രതികരണമാണ്. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമ്പലപ്പുഴ സീറ്റിൽ തനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന പരസ്യ പ്രതികരണം നടത്തിയ ആളാണ് A. ഷുക്കൂർ. പക്ഷേ അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ജി സുധാകരനാണ് അമ്പലപ്പുഴയിൽ പൊതു സ്വതന്ത്രനായി മത്സരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ താൻ തയ്യാറാണ്, പൂർണ്ണ പിന്തുണ നൽകുമെന്നാണ്. അതൊരുപക്ഷെ UDFന്റെ സ്വരമായി തന്നെ കണക്കാക്കാം. കാരണം അമ്പലപ്പുഴയുമായി ഏറ്റവും ആത്മാർത്ഥമായ ബന്ധമുള്ള ഒരു UDF നേതാവാണ് A. ഷുക്കൂർ. അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നത് അമ്പലപ്പുഴയിൽ ജി സുധാകരൻ മത്സരിച്ചാൽ എൻ്റെ പിന്തുണയുണ്ടാവും, അദ്ദേഹത്തിന്റെ പിന്തുണ എന്നുള്ളത് UDFന്റെ പിന്തുണയാണ്. അപ്പോൾ അതിനുള്ള ചിത്രം തെളിയുമോ എന്നുള്ളതാണ് ഇനി ഏറെ ശ്രദ്ധേയമായ കാര്യം. 11 മണിക്ക് ജി സുധാകരന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷമായിരിക്കും ഔദ്യോഗികമായി UDFും ഈ വിഷയത്തിൽ നിലപാട് പറയുക. അദ്ദേഹം പൊതുസ്വതന്ത്രനായി മത്സരിക്കുമെന്ന തീരുമാനം വന്നാൽ ഉറപ്പായും പിന്തുണയ്ക്കും. അതായത് UDFന് അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥി ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് A. ഷുക്കൂറിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.